കഴിഞ്ഞ കുറച്ച് വീക്കെൻഡുകളായി ബീച്ചിൽ ടെൻറ്റുമായിട്ട് പോയിട്ട് സ്റ്റേ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നേ. പക്ഷേ ഓരോ പ്രാവശ്യം അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയി. അങ്ങനെ ഈ വീക്കെൻഡ് ഞങ്ങൾ ടെൻറ്റുമായിട്ട് പോകാൻ തീരുമാനിച്ചു. അൽക്കൂർ ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു 75 കിലോമീറ്റർ ദൂരെയാണ് അൽക്കൂർ ബീച്ച്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഒരു ടെൻറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സൗകര്യമില്ലായിരുന്നു. ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോവാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളവിടെ എത്തി. അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 11:30 ഒക്കെ ആയി. ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൽ കയറി ഫുഡ് കഴിച്ച് അസർബൈജാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലേക്ക് പോയി. അപ്പോൾ അൽക്കൂറിൽ നിന്ന് പിന്നെയും ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അസർബൈജാനി. അതായത് ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു 110 കിലോമീറ്റർ. പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ടെൻറ്റുമായിട്ട് ചെയ്യുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റും ആ ഒരു ആംബിയൻസും വൈബും സൂപ്പറായിരുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയൊരു ബാച്ചിലർ ഗ്യാങ് ഉണ്ടായിരുന്നേ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ടെൻറ്റിൽ നിന്നുള്ള ഒരു മോർണിംഗ് വ്യൂ ആണിത്. ആ ഒരു സൺറൈസ് സൂപ്പറായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന്. രാവിലെ ഉറങ്ങായിരുന്നു. അവിടെ രാവിലെ എണീറ്റ് അങ്ങനെയാണ് കളിക്കാൻ തുടങ്ങിയത്. കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു. പണ്ട് ബീച്ച് ഇഷ്ടമില്ലായിരുന്നു, കാലിൽ വെള്ളമാകുന്നു പൊടിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അവൾക്ക് ഇഷ്ടമാണ്, എപ്പോഴും പോവാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അവളുടെ അടുത്ത ഫോട്ടോ ആണ്. ആ ഷാഡോ കാണുന്നത് അവളുടെ. പിന്നെ ഞാനും മിഹയും കുറച്ച് കടലിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴേക്കും വെള്ളം കുറേ അങ്ങ് ബാക്കോട്ട് ഇറങ്ങിപ്പോയി. അപ്പം അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമുക്കിങ്ങനെ നടുവിലൊക്കെ പോയിട്ട് നടക്കാൻ പറ്റുന്ന അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇരുന്ന് നോക്കുമ്പോൾ നടുവിലൂടെയൊക്കെ ആൾക്കാർ നടക്കുന്നു. പക്ഷെ ഞങ്ങളങ്ങ് ഇറങ്ങി നോക്കുമ്പോൾ ഒട്ടും ആഴം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കുറേ ദൂരെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ടിഹ കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ചു അവിടെ നിന്ന്. അങ്ങനെ കുറേ സമയം ഞങ്ങളവിടെ ആ ഒരു ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ കുറേ കളിക്കലൊക്കെ കഴിഞ്ഞ് വെയിൽ കാറ്റടിക്കാൻ തുടങ്ങി നല്ല. അപ്പോൾ ടെൻറ്റൊക്കെ മടക്കി വെക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും, പാറിപ്പോവും. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ടൈമായി. ഞങ്ങൾ ടെൻറ്റൊക്കെ മടക്കി സെറ്റ് ചെയ്ത് തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കി. കാരണം ഇനിയൊരു 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു